പാലിയേക്കര ടോൾ പിരിവ് ഹൈക്കോടതി മരവിപ്പിച്ചു. 4 ആഴ്ചത്തേക്കാണ് ഹൈക്കോടതി ടോൾ പിരിവ് മരവിപ്പിച്ചത്. ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി പരിഗണിച്ചാണ് നടപടി. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, നിർണായകമായ നടപടിയാണ്. പാലിയേക്കര ടോളുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്ക് ഏറെ നാളായി ഉള്ള ചർച്ച കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കോടതിയുടെ ഇടപെടൽ. എന്തൊക്കെയാണ് കോടതി പറയുന്നത്? അതായത് മുൻപ് തന്നെ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചിരുന്നതാണ്. അന്ന് ദേശീയപാത അതോറിറ്റിയെ കടുത്ത വിമർശനം കോടതി നടത്തുകയും ചെയ്തു. അതായത് വലിയ ഗതാഗതക്കുരുക്കാണ് ആ പ്രദേശത്ത്. ചാലക്കുടി മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗത്ത് അണ്ടർപാസുകൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി വേണ്ടത്ര സർവീസ് റോഡുകളിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. ഒപ്പം പാലിയേക്കരയിൽ ടോളും, അങ്ങനെ രണ്ടും കൂടി ചേർന്നപ്പോൾ വലിയ ഗതാഗതക്കുരുക്ക്, മണിക്കൂറുകളോളം വാഹനങ്ങൾ റോഡിൽ ദേശീയപാതയിൽ കുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് കേസ് ഹൈക്കോടതിയുടെ മുമ്പിലെത്തുന്നത്. 2-3 തവണ ഈ കേസ് കോടതി പരിഗണിച്ചു. അപ്പോഴൊക്കെ കോടതി കർശനമായ നിർദ്ദേശം ദേശീയപാത അതോറിറ്റിക്ക് നൽകിയിരുന്നു. ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോള് പിരിക്കാൻ കഴിയില്ല. ടോള് പിരിക്കണമെങ്കിൽ ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ആളുകളെ ഈ ഗതാഗത കുരുക്കിൽ വലയ്ക്കുന്നത് ശരിയല്ല എന്ന് പലതവണ സിംഗിൾ ബെഞ്ച് താക്കീത് നൽകിയിരുന്നു. കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ചപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷകൻ പറഞ്ഞ ഒരു കാര്യം, സർവീസ് റോഡ് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ കനത്ത മഴയെ തുടർന്ന് സർവീസ് റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായി മാറിയതിനെ തുടർന്നുണ്ടായ ഗതാഗത പ്രശ്നങ്ങളാണ് എന്ന വിശദീകരണമാണ് നൽകിയത്. അപ്പോൾ സിംഗിൾ ജഡ്ജി ചോദിച്ചു, എന്നത്തേക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും? 3 ആഴ്ചക്കകം പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കോടതി അറിയിച്ചത്. അപ്പോൾ ഇന്നൊരു ഇൻ്ററിം ഓർഡർ കോടതി പറഞ്ഞു. അതായത് 4 ആഴ്ചത്തേക്ക് അങ്ങനെയാണ് ഈ ടോള് പിരിക്കേണ്ട നിങ്ങൾ എന്നാണ് ദേശീയപാത അതോറിറ്റിയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പാലിയേക്കര ടോൾ പ്ലാസയിൽ ഇനി 4 ആഴ്ചത്തേക്ക് ടോള് പിരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് അല്ലെങ്കിൽ കരാർ കമ്പനിക്ക്, അതായത് ഒരു ഒഴിവ് 3 ആഴ്ച കൊണ്ട് പരിഹരിക്കാമെന്നങ്ങ് പറഞ്ഞതായിരിക്കാം ഒരുപക്ഷെ ദേശീയപാത അതോറിറ്റി. പക്ഷെ അത് കോടതി പിടിച്ചു, കൃത്യമായി നടപടിയിലേക്ക്, നീതിയിലേക്ക്. ഇന്ററിം ആണെങ്കിലും ഒരു ഇടക്കാല ഉത്തരവാണെങ്കിൽ പോലും, അല്ലേ സാലി? അതെ, അതായത് മുമ്പ് ഇങ്ങനെ 1 ആഴ്ചക്കകം 2 ആഴ്ചക്കകം ഉടനെ പരിഹരിക്കും എന്ന് ഈ കേസ് പരിഗണിച്ചപ്പോഴൊക്കെ ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പൊന്നും ഒരു ഘട്ടത്തിലും പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഒരു അന്ത്യശാസനം എന്ന നിലയ്ക്ക് എന്ന് നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച കേസ് എടുത്തപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷകനോട് സിംഗിൾ ജഡ്ജി ചോദിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് 3 ആഴ്ച സമയം മതി, അപ്പോൾ സർവീസ് റോഡ് നമുക്ക് റെഡിയാക്കാം, അപ്പോൾ ഈ ഗതാഗത കുരുക്കിന് പരിഹാരമാകും എന്നുള്ള കാര്യം. അപ്പോൾ കോടതി പറഞ്ഞു, എങ്കിൽ ഓക്കെ, ഒരു ഇടക്കാല ഉത്തരവ് ബുധനാഴ്ച കേസ് പരിഗണിച്ചിട്ട് നമുക്കൊരു ഇടക്കാല ഉത്തരവ് തരാമെന്ന് പറഞ്ഞു. ഇന്ന് കേസ് പരിഗണിച്ചൊരു ഇൻ്ററിം ഓർഡർ പുറപ്പെടുവിച്ചു. അതിൽ പറയുന്നത് 4 ആഴ്ചത്തേക്ക് നിങ്ങൾ അവിടെ ടോള് പിരിക്കേണ്ടതില്ല, അതിനുള്ളിൽ നമുക്ക് വീണ്ടും കേസ് പരിഗണിക്കാം. ഈ ഹർജി പരിഗണിച്ചിട്ട് അപ്പോഴും ഗതാഗതക്കുരുക്ക് പരിഹരിച്ചില്ലെങ്കിൽ അപ്പോൾ കോടതി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇനി 4 ആഴ്ചത്തേക്ക് കരാർ കമ്പനിക്ക് ദേശീയപാതയിൽ ടോള് പിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സാഹചര്യം. ഏതായാലും ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് അതിനിർണായകമായൊരു ഇടപെടലാണ്. അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ ദേശീയപാതയിൽ വലയുകയായിരുന്നു. മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് ആ വഴിയിൽ യാത്ര ചെയ്യുന്ന, ദിവസേനയടക്കം യാത്ര ചെയ്യുന്ന യാത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കോടതിയുടെ ശ്രദ്ധയിൽ ഈ കേസ് വരുന്നതും കോടതി ഇതിനെ ഗൗരവമായി കാണുന്നതും ദേശീയപാത അതോറിറ്റിയെ നിരന്തരം വിമർശിച്ചതും ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവിലേക്ക് പോയിരിക്കുന്നതും. ശരി സാലി മുഹമ്മദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ സമഗ്രമായി നൽകിയത്.